കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാലഡിൻ്റെ റെസിപ്പി കാണിച്ചു തരട്ടെ. ഞാൻ ബിരിയാണിയുടെ സൈഡായിട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം. ഞാൻ വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ചെനക്കാൻ തുടങ്ങിയിട്ടുള്ള മാങ്ങ ഉണ്ടല്ലേ, ചെറിയൊരു മധുരമല്ലേ, അങ്ങനത്തെ മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഇതുപോലെ നല്ല കട്ടില്ലാതെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് തിന്നായിട്ട് അരിഞ്ഞെടുക്കാം. വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലത്തെ പീലറൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത്, അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അരിഞ്ഞെടുത്താലും മതി. ഈ ഒരു സാലഡിലേക്ക് ഞാൻ കൂടുതലും മാങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് ഇതാ ഒന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും ദാ ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുക്കാം. ആദ്യം ഇതുപോലെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതും വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് 2-3 ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ട് അതും നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാകും, കഴിക്കുമ്പോഴും നല്ലൊരു പ്രത്യേക ഒരു സുഖമാണ് ഇതുപോലെ സാലഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ. ഇന്ന് വേണ്ടത് സവാളയാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ഞാൻ 1ൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ കുനുകുനാ അങ്ങോട്ട് അരിഞ്ഞിട്ട് അതും അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. അത് കുറച്ച് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് അത് മതി കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഒരു പച്ചമുളക് തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്, അതൊരു 1.5 ടീസ്പൂൺ അതും ചേർക്കുന്നുണ്ട്. അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നോർമൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ തേൻ ചേർക്കുക. തേൻ ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാടൊന്നും ചേർക്കേണ്ട. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ക്യാരറ്റ് മാംഗോ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറുതെ എങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലേ. ഞാനിത് ബിരിയാണിക്ക് സൈഡായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ടും ഇത് വെറുതെ പ്ലേറ്റിലേക്കായിട്ട് അങ്ങ് കഴിക്കായിരുന്നു കേട്ടോ. ഞാൻ അത്രക്കും പൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്